നേരം കഴിയുമ്പോൾ നമുക്കത് തിരിച്ചു വയ്ക്കാം. അതുവരെ അത് അവിടെ അങ്ങനെ തന്നെ വയ്ക്കാം. ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ആറ്റുവാള ഗ്രില്ല് ചെയ്യാൻ പോകണം ഗൈസ്. നമുക്ക് നല്ല ആറ്റുവാള കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് റെഡിയാക്കി സെറ്റാക്കി എടുക്കാം. റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഗ്രില്ലിൻ്റെ ഒരു ഐറ്റം വാങ്ങിച്ചിട്ട് നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ പിടിയുള്ളത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് പിടിച്ചിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ നമുക്കത് സേഫായിട്ട് അതിനകത്ത് ഇരുന്നോളും. അപ്പോൾ നമുക്കിനി ഇത് നേരെ നമ്മുടെ കനലിലേക്ക് കൊണ്ടുവയ്ക്കാം. ഇതുപോലെ വീട്ടിൽ ഗ്രില്ല് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തൊരു സാധനം മേടിച്ചു വെക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്കത് തിരിച്ചു വയ്ക്കാനും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം നമ്മുടെ ആറ്റുവാള ഇവിടെ നമ്മൾ നേരെ കൊണ്ട് നമ്മൾ ഗ്രില്ലിൻ്റെ സംഭവത്തിലേക്ക് കനലിലേക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്കത് ചൂടാകുന്നവരെ നോക്കാം. ഇതിങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നെയ്യെല്ലാം താഴേക്ക് ഇങ്ങനെ കനലിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇതിന് നെയ്യുള്ള മീനായതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യൊക്കെ അങ്ങ് പോകും. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നല്ല നെയ്യെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് ആ നെയ്യ് നേരെ താഴേക്ക് ഇറങ്ങും, നമ്മുടെ ആ ഫിഷിൽ കാണത്തില്ല. ഇതുപോലെ നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് ഇത് ചൂടായി വരും. നമ്മൾ ചിക്കൻ ചെയ്യുന്ന പോലെയല്ല, നമുക്ക് ഫിഷ് പെട്ടെന്ന് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് നോക്കിയിരുന്നോ, നമുക്ക് പെട്ടെന്ന് എടുത്ത് തിരിച്ചു അങ്ങനെ നമ്മുടെ
നമ്മുടെ ഗ്രില്ല് ചെയ്ത ഫിഷ് ഇവിടെ സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വാഴയിൽ എടുത്തുകൊണ്ടൊന്ന് അതങ്ങനെ വെക്കാം. എന്നിട്ട് അത് തുറന്നിട്ട് അത് വെന്തിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വെന്തിട്ടുണ്ടാവും. കാരണം അതുപോലെ നമുക്ക് പെട്ടെന്ന് ഫിഷ് വെന്ത് കിട്ടുമല്ലോ. അപ്പം നമ്മളങ്ങനെ അത് നമ്മൾ വാഴയിലേക്ക് സെർവ് ചെയ്തെടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഫിഷൊക്കെ നമ്മളെപ്പോഴും ഓയിലി ആയിട്ട് കഴിക്കുന്നതിന് നല്ലത് നമുക്ക് പൊള്ളിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എണ്ണയും ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്ത ഫിഷ് ഇവിടെ നല്ല ആറ്റുവാള റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല സെറ്റ് കരിഞ്ഞൊന്നും പോകാതെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് ഒന്ന് പാടി കുറച്ച് എണ്ണ വെച്ചിട്ട് വെക്കണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നാരങ്ങയും കുറച്ച് സവോളയൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഈവനിങ്ങിൽ റൊട്ടിയും ചോറും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആറ്റുവള ഗ്രില്ല് ചെയ്ത് ഒന്ന് പൊള്ളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് എല്ലാം കൂടെ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അച്ഛന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആറ്റുവള എന്ന് പറഞ്ഞ് നേരെ അവരുടെ മുന്നിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമുക്ക് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് വെച്ച് കൊടുത്തായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക, ഗ്രില്ല് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പൊരിക്കുന്നതിലും നല്ലതായിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നെയ്യും കാര്യങ്ങളൊക്കെ പോയി ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങളെല്ലാവരും കൂടെ ഈവനിങ്ങിൽ നമ്മൾ ആറ്റുവാള പൊള്ളിച്ചതും ചോറും ചിക്കൻ കറിയും കഴിച്ചു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.